Hi friends, Assalamualaikum. Welcome back to our channel. അപ്പോൾ ഞാൻ ഇന്നൊരു അമ്പഴങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറയുന്ന, അതിൻ്റെ മണമടിച്ച ഒരു പറ ചോറുണ്ണാനുള്ള വിശപ്പ് തോന്നുന്ന അത്രയ്ക്കും സൂപ്പറായിട്ടുള്ള ഒരു അമ്പഴങ്ങ അച്ചാറിൻ്റെ റെസിപ്പി. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഒരു അമ്പഴങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഏകദേശം ഒരു 4 കിലോളം അമ്പഴങ്ങ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെയുള്ള മരത്തിലുണ്ടായത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ മരത്തെക്കുറിച്ചൊക്കെ ഞാനൊരു വ്ളോഗ് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതേപോലെ അമ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാനിതിന് മുൻപ് അപ്ലോഡ് ചെയ്ത അച്ചാറിൻ്റെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അച്ചാറിടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ അമ്പഴത്തിൻ്റെ പുറത്തൊരു കറുത്ത കളർ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ ചുരണ്ടുന്ന പോലെ കത്തി വെച്ച് ചുരണ്ടി കഴുകി വെള്ളം തുടച്ചെടുത്തതാണ്. ഏകദേശം 4 കിലോളം ഉണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെള്ളുള്ളിയും ചതച്ചത് അരക്കപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം രണ്ടും സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 6 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 100 ഗ്രാം അച്ചാർ പൊടിയും 100 ഗ്രാം മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇതിന് മുൻപ് ഉണ്ടാക്കിയ അച്ചാർ പൊടി ഉപയോഗിക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ 200 ഗ്രാം വെള്ളുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറിൽ വറുത്തിടാൻ വേണ്ടി കടുക് എടുത്തിട്ടുണ്ട്, ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ അച്ചാറും നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്, കുറച്ച് വിനെഗറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ വലിയൊരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ നന്നായി മിക്സ് ആക്കണമെങ്കിൽ നമുക്ക് വലിയ പാത്രം തന്നെ വെക്കണം കേട്ടോ. അതിന് ശേഷം അമ്പഴങ്ങ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ഒന്നിച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതിയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. എന്നിട്ട് എണ്ണയിൽ ചൂടാവുന്ന സമയത്ത് ഇതിൻ്റെ നിറം ഒരു യെല്ലോ കളർ വരും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് നിറം മാറുന്നത് വരെ ചൂടാക്കിയാൽ മതി. അമ്പഴങ്ങ വെന്ത് പോവരുത്. ഇങ്ങനെ എന്തിനാണ് ചെയ്യണത് എന്നറിയോ? ഈ അമ്പഴങ്ങയിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കാരണം നമ്മൾ ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കാലം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പലൊക്കെ വന്ന് കേടുവന്ന് പോകും. അപ്പോൾ ഇത് യെല്ലോ കളറായിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് അടുത്ത ബാച്ചും കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക്, പിന്നെ വെള്ളുള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത് വഴറ്റാം. ഇപ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴന്ന് വരുമ്പോഴേക്കും ഈ അമ്പഴങ്ങ നേരത്തെ പോലെ കളറൊക്കെ മാറി റെഡിയാവും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വെള്ളുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പഴങ്ങയും കംപ്ലീറ്റ് നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അച്ചാർ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം വീതമാണ് കേട്ടോ രണ്ടും എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പ് രസം തോന്നിക്കുന്ന രീതിയിൽ വേണം ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നാലേ ഉള്ളൂ 2 ദിവസമൊക്കെ ഇരിക്കുമ്പോൾ അമ്പഴങ്ങയിലേക്ക് ഉപ്പൊക്കെ വലിച്ചെടുത്ത് അച്ചാറിൻ്റെ ഗ്രേവിയിൽ പാകത്തിനുള്ള ഉപ്പാവുക. 2-3 മിനിറ്റ് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. വിനെഗറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ചിലവർക്ക് കൂടുതൽ ലൂസായ ഗ്രേവി ആയിരിക്കും വേണ്ടത്, ചിലവർക്ക് ഡ്രൈ ആയിട്ടുള്ള അച്ചാറായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ പൊടികളും വിനെഗറൊക്കെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള അമ്പഴങ്ങയും കൂടെ ചേർക്കാം കേട്ടോ. അതല്ലാതെ ഫുൾ അമ്പഴങ്ങ ഇട്ടതിന് ശേഷം വിനെഗർ ഒഴിച്ച് പിന്നെ മിക്സാക്കുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് മിക്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം വിനെഗറിൽ ഈ പൊടികളൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അമ്പഴങ്ങ ചേർത്ത് കൊടുക്കുക. ചിലവർക്ക് വിനെഗർ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അച്ചാർ ലൂസാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ കോരി വെച്ചപ്പോൾ കിട്ടിയ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള അമ്പഴങ്ങയും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ വിചാരിക്കണ പോലെ നിസ്സാരക്കാരനല്ല കേട്ടോ ഈ അമ്പഴം. ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അതിന് മുൻപ് അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞ ആ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അതുകൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഉലുവയൊക്കെ ഒന്ന് വറുത്തിടണം. പിന്നെ നേരത്തെ പറയാൻ വിട്ടു പോയതാണ് കേട്ടോ, ഇതിലേക്ക് ഒരു പീസ് കായം നമുക്ക് വറുത്ത് പൊടിച്ചിടണം. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കായ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ച് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ അത് അറിയാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കടുകും ഉലുവയും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ച കായ ഒന്ന് പൊടിച്ച് ചേർക്കുക. അങ്ങനെ ഈ പൊടിച്ച കായം കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു അമ്പഴങ്ങ അച്ചാറിൻ്റെ ആ സ്മെല്ലാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ല് മൂക്കിലടിച്ച് ഇത്രയ്ക്ക് നല്ലൊരു ഫ്ലേവറിലുള്ളൊരു സ്മെല്ലാണ്. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്പഴം തന്നെ ഭയങ്കര പുളിയാണ്. അതിൻ്റെ കൂടെ വിനെഗറും കൂടി ഒഴിച്ചാൽ ഭയങ്കര പുളിയായിരിക്കും ഈ അച്ചാർ എന്നൊന്നും വിചാരിക്കല്ലേ കേട്ടോ. കാരണം ഇത് ഈ അമ്പഴം മധുര അമ്പഴങ്ങയാണ് എന്ന് വെച്ച് മധുരമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബഡ് ചെയ്ത തൈ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.